അരീക്കോട് ഒരു കാർണിവൽ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എന്തായാലും പോയേക്കാന്ന് വിചാരിച്ചു. നമ്മളൊരു ഹൗസ് വാമിങ്ങിന് പോയി വരികയായിരുന്നുണ്ടോ. വരുന്ന വഴിക്ക് എന്തായാലും അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് നിയർ ബൈ എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു, 30 rupees ആയിരുന്നു. അപ്പം ഷാജേട്ടൻ അത് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിത് കയറാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലായിരുന്നു. അപ്പം അങ്ങനെ അത് കയറി അവിടെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ കുറേ ബേർഡ്സിലും കൂട്ടിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ ഷോ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ നമ്മൾ കണ്ടു. കുറേ കിളികളുണ്ട്, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴികളുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു നേരെ വന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെ അടുത്തായിരുന്നിട്ട് എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരേ ഒരു സാധനം കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്തേക്കേ പോയില്ല, സൈഡിൽ കൂടി അങ്ങോട്ട് കയറി അങ്ങോട്ട് എൻ്റർ ചെയ്തു. അങ്ങനെ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈഡിൻ്റെ അവിടെ നിന്ന് കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വെജിറ്റബിൾസിൻ്റെ വിത്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കത്തി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ബീച്ചിലുള്ള അതേ ഐറ്റം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ റിങ് എറിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും എറിഞ്ഞേക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ ഹോർലിക്സും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം അഹിമ പറഞ്ഞു, അമ്മ ഹോർലിക്സിനിട്ട് എറിയെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ കൊള്ളാൻ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ആ റിങ്ങൊക്കെ എറിഞ്ഞു കഴിഞ്ഞു. ഷൈജേട്ടനും ഞാനും അഹിമോനും എറിഞ്ഞു. അമ്മനോടൊന്ന് എറിഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട ഞാൻ എറിയുന്നില്ല, നിങ്ങളെന്നെ എറിഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മൾക്കൊന്നും തന്നെ കിട്ടിയില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ റൈഡിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ എന്താ അഹിമോൻ എന്താ സ്കൂട്ടറിലാണ് ആദ്യം, അതായത് ബൈക്ക് റൈഡിലാണ് ആദ്യം കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഭയങ്കര ഡിഫറെൻറ്റ് പൊസിഷനിൽ നിന്നിട്ടായിരുന്നു റൈഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അഹിമോൻ ഇത് മതി പറഞ്ഞു. നമ്മൾ ഐസ്ക്രീമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞ് എനിക്ക് ഐസ്ക്രീം വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മേടിച്ചു. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞില്ലേ, മദാമജപ്പാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എന്താണ് ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനെന്തോ ആ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ പറയുന്ന കുട്ടികളുണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ പറഞ്ഞവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആ സമയത്ത് അങ്ങനെയായിരുന്നു, ആ ഒരു വേർഡായിരുന്നു അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഞ്ഞിമിഠായി എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്. എന്തോ ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു പേരാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്താ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ആരെങ്കിലുമൊക്കെ പറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് കഴിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഐസ്ക്രീം അത് അലിഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും രണ്ടും കൂടി കാലയാക്കി. അതിനുശേഷം നമ്മൾ ജസ്റ്റ് റൈഡൊക്കെ ചുറ്റി കണ്ടപ്പോൾ എന്താ വരുന്നു ഒരു ഐറ്റം നമ്മളെടുത്തേക്ക്. അപ്പോഴത്തേക്കും നമ്മൾ പേടിച്ചോടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എവിടേക്ക് പോകുന്നു അവിടേക്കൊക്കെ ഈ ഐറ്റം അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു കളിയായി. അതിങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് ഓടും, അതങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് പോകും. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.